ഒരു വർഷം ഞാൻ 60 സ്റ്റേജ് അല്ലെങ്കിലും 60 പ്രോഗ്രാം അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും ക്യാൻസർ പേഷ്യൻ്റ്, ഈ തടവറക്കരയിൽ കഴിയുന്നവരെ. അപ്പോൾ ഇവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇപ്പം ഈ ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ ഒരു ഭയങ്കര ത്രില്ലാണ്. ഈ കുറേ നേരം കിടന്ന് പൊട്ടിച്ചിരിക്കും. ഞാൻ ചില പ്രോഗ്രാമുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ഒരു കിട്ടിയ ഒരു ചെറിയ ചെറിയ ഒരു തത്വങ്ങൾ, അല്ല അവരുടെ ചെറിയ താലന്തുകൾ, അതെല്ലാം കൂടെ ഇങ്ങനെ ഓമനിച്ച് ഇപ്പം ഇവരെ ഈ ജയിലിൽ കിടക്കുന്നവരെ ക്യാൻസറുകൾക്കൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊക്കെ ചിരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ അമല ക്യാൻസർ ആശുപത്രിയിലൊക്കെ ഒരു മാസമൊക്കെ പോയി ഞാൻ നിന്നിട്ടുണ്ട്. മറ്റൊന്നുമില്ല, ഇപ്പോൾ ഈ രോഗികളുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ തമാശ പറയുക, പൂജപ്പുര സെൻട്രൽ ജയിലിൽ ചെല്ലുക. അപ്പം അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വലിയ അർത്ഥം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇപ്പോഴും വീടുകളിൽ, ജയിലുകളിൽ, ആശുപത്രിയിലൊക്കെ കിടപ്പുണ്ട് ആരോഗ്യമില്ലാതെ. അപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുക, സന്തോഷിപ്പിക്കുക. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ എന്നാൽ ഇത് മറ്റുള്ളവർക്കൂടെ ഒന്ന് കൊടുത്താലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആശയങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ കേരളത്തിലെ ഒരു മത്സരം നടക്കുകയാണ്, നുണ മത്സരം. ഒരു മത്സരം നടന്നു ഈ ഓണത്തിന്. പക്ഷെ അതായത് കഴിഞ്ഞ വർഷം ആയിട്ട് 40 സ്റ്റേജ് സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല നുണയെന്നുള്ളൊരു അവാർഡ് കിട്ടി. അപ്പോൾ ഒരു ദിവസം നമ്മുടെ പത്തനാപുരം നമ്മുടെ MLA ഗണേഷ് കുമാർ ഒരു വേദിയിലുണ്ടായിരുന്നു. പക്ഷെ കുറെ കഴിയുമ്പോൾ ഗണേഷ് ഇത് കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചു. ഈ നുണ കേട്ടിട്ട്, നുണക്കഥ കേട്ടിട്ട്. അപ്പം അങ്ങനെ ഈ നമ്മുടെ KM സാർ മരിച്ചു പാല, അങ്ങനെയുള്ളവരുടെ വേദികളിലെല്ലാം ഈ നുണ ഇങ്ങനെ. അപ്പം ഈ ആ ഒരു പ്രോഗ്രാമുമായിട്ട് ഞാനിങ്ങനെ എല്ലാ വേദികളിലും പോകാറുണ്ടായിരുന്നു, ഈ നുണ മത്സരം. പക്ഷെ അത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഈ കുറേ നാളുകൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞപ്പോഴും ആൾക്കാർക്ക് അതൊരു ഭയങ്കര ത്രില്ലായിരുന്നു. ഇങ്ങനെ ഇത് കുറേ നേരം കേട്ടിരിക്കാനും ഒന്ന് ചിരിക്കാനും സന്തോഷിക്കാനും. അപ്പം ഞാൻ പറഞ്ഞ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും അതേസമയം അതിലൊരു 3/4 മണിക്കൂർ കൂടുതൽ സമയം നമ്മൾ പ്രാർത്ഥനയിൽ ഞാൻ മാറ്റി വെക്കാറുണ്ട്. ഇപ്പം നിങ്ങളുമായി സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു പ്രാർത്ഥനയും, അല്ല അങ്ങനെയല്ല, നമ്മളുമായിട്ട് ബന്ധമല്ല, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും, പ്രകൃതി കൊണ്ടും ദൈവം കൊണ്ടും ഈശ്വരനെ അനുഗ്രഹം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം നമുക്ക് നവംബർ 30 വരെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നാളെ എന്ത് സംഭവിക്കുന്നു അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. എനിക്കിപ്പോ തോന്നുന്നു ഞങ്ങളുടെ ഈ വരവ് ഇവിടെ വന്നത് എന്തോ ഒരു നല്ലൊരു നിമിത്തമായിരിക്കും എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതെ, നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ആദ്യം, കാരണം നമ്മളങ്ങനെ ഞങ്ങളാരും ഇങ്ങനെയൊന്നും പോയിട്ടോ അല്ലെങ്കിൽ ഇന്റർവ്യൂലോ അങ്ങനെയൊന്നും പോകല്ല. പിന്നെ ഞങ്ങളെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ടല്ലോ, പോട്ട ചാനൽ, ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചായിരുന്നു. അത് ഈ കാസി പരിപാടിയായി ബന്ധപ്പെട്ട ജയിലർ മിനിസ്റ്ററുടെ ഭാഗമായിട്ടാണ്. അപ്പം അന്ന് ഒത്തിരി പ്രേക്ഷകർക്ക് അവർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്നും പോകാറൊന്നും ഇല്ലായിരുന്നു. ചേട്ടന് അഭിനയമൊക്കെ ആണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, കൂടുതലായിട്ടും അഭിനയമാണ്, പഠിപ്പീരും സംഭവം അഭിനയമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എന്തെങ്കിലും അഭിനയത്തിന്റെ എക്സ്പീരിയൻസോ ചെയ്തതോ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? തീർച്ചയായിട്ടും ഒത്തിരി വേദികളിൽ ഈ ചിരിക്കാനും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വളരെ രസകരമായിട്ടൊരു സംഭവമുണ്ട്. ഈ തൃശ്ശൂർ സൈഡ്, എറണാകുളം സൈഡിൽ, നമ്മുടെ ഈ കോട്ടയം ജില്ലയിലൊക്കെ ഭാഗത്ത് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ പാപ്പാ മത്സരം എന്നൊരു സംഭവം നടക്കാറുണ്ട്. ക്രിസ്മസ് പാപ്പായും അനുബന്ധ ഘടകങ്ങളും. അത് ഈ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മത്സരത്തിന് ഭയങ്കരമായ സമ്മാനങ്ങൾ വെച്ചുള്ള തുകയാണ്. അപ്പം ഈ അങ്ങനെ ഒരു ഈ പാലായിൽ ഒരു വലിയൊരു മത്സരം നടക്കുക, ഈ പാപ്പാ മത്സരം. എല്ലാ പള്ളിക്കാരും പങ്കെടുക്കുന്നുണ്ട്, ക്ലബ്ബുകാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്മനോറ്റ ഇടവകയിൽ നിന്ന് ഇങ്ങനെ എൻ്റെ ഈ പള്ളിക്ക് ഒരു പാപ്പാ മത്സരം പ്ലാൻ ചെയ്തപ്പോൾ ആര് പാപ്പാവും ചർച്ച നടന്നപ്പോൾ ലാസ്റ്റ് കുറി പറഞ്ഞു, പിന്നെ ബിജുവിനെ ആക്കാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഡാൻസും പരിപാടിയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഐറ്റം എങ്ങനെയാണെന്ന് അറിയണ്ടേന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വയറുണ്ടാകണം, അപ്പോൾ വയറ് കുറവാണ്. അപ്പോൾ ഈ പുക്കിളിൻ്റെ ഈ ഭാഗത്തായിട്ട് 4 തലവണ വലിച്ചു കെട്ടിച്ച് ഉടുപ്പിടാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണല്ലോ അതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തലവണ ചോദിച്ചപ്പം ഒന്ന് പള്ളിയിലെ കൊച്ചച്ഛൻ്റെ തലവണ എടുത്തു, ഒന്ന് മഠത്തിലെ മദറിൻ്റെ തലവണ എടുത്തു. അപ്പോൾ അവിടെ നിന്നെല്ലാം തലവണയെല്ലാം വെച്ച് കെട്ടി ഉടുപ്പെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ നടത്തി പാപ്പായി. പാലായി ചെല്ലുക. 24 ടീമുണ്ട്. അപ്പം ഇത് രസകരമാണ്. 24 ടീമിൽ 12ാമത്തെ ടീമാണ് ഞങ്ങളുടെ ഇത്. അപ്പം ജിങ്കിൾ ജിങ്കിൾ ബായ് എന്ന് പറഞ്ഞൊരു പാട്ട്, ആ പാട്ടിന് പാപ്പ ഇങ്ങനെ ഡാൻസ് ചെയ്യണം പരിപാടിയാണ്. കൃത്യം ഈ സമയത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് മൂത്രശങ്കയുണ്ടായി. അച്ഛനോട് പറഞ്ഞു, അച്ഛാ മൂത്രശങ്കയുണ്ടായി. അച്ഛൻ പറഞ്ഞു, തപ്പി ഒന്ന് നോക്കണ്ട, ഇത് എവിടെ മൊത്തം തലവണ്ണയാണ്,
എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക രക്ഷയുള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛാ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം സംഗതി അന്ന് വണ്ടിയിൽ നിന്ന് കയറുമ്പോൾ അല്ല നീ പിടിച്ചു വെച്ചാൽ മതിയാവും പറഞ്ഞു. അച്ഛാ അതിപ്പോൾ നടക്കുന്ന കേസല്ലെന്ന് പറഞ്ഞു. ഇപ്പം തപ്പെന്നാണ് പറഞ്ഞു, ഇവിടെ എല്ലാം ഫ്രണ്ട് മുഴുവൻ 5-6 തലവണയാണല്ലോ, പിടിച്ചു നിന്നോണോ പറഞ്ഞു. ചെസ് നമ്പർ 13 വിളിച്ചു, ഈ ജിങ്കിൾ ജിങ്കിൾ എന്നൊരു പാട്ട് ഇട്ടിച്ച ഒന്ന് ചാടി, സംഗതി പോയി. സംഗതി പോകുന്ന കാര്യം നമുക്കറിയാം, കാരണം വെള്ളം പോകുന്നതായിട്ട് നമുക്കറിയാലോ. ഡാൻസുകളെല്ലാം കളിച്ചു, ഈ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രസകരമായ തമ്മിൽ അതെല്ലാം കഴിഞ്ഞപ്പോൾ ലൈറ്റാ. ഇപ്പൊ 2 കപ്പൂച്ചിന് താടി എന്ന പ്രായം ചെയ്യുന്ന അച്ഛന്മാരാ ജഡ്ജസ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ കരഞ്ഞോട് പറഞ്ഞു അച്ഛാ സംഭവിച്ചു പോയി. അപ്പൊ അച്ഛൻ പറഞ്ഞു സാരമില്ല, പക്ഷെ മദറിന്റെ തലവണ്ണയും വികാരിച്ചന്റെ തലവണ്ണയും എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, ആരും ജപ്പാനീന്ന് പോലെ കണ്ടുകൊടുത്ത് എന്റെ തലവണ്ണ പോട്ടെ നമുക്ക് പോകാന്ന് പറഞ്ഞു. പോകാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞു ഇവിടെ നടന്ന പാപ്പ മത്സരത്തിൽ ചെസ് നമ്പർ 13 1ാം സ്ഥാനം മേടിച്ചു. അപ്പത്തേനും പറഞ്ഞു ആ പാപ്പായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പാപ്പായി എന്നപ്പോ ജഡ്ജസ് പറഞ്ഞൊരു ചോദ്യം, ആദ്യം കൺഗ്രാജുലേഷൻ പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞ നിങ്ങളെ ആ പൊക്കിളിൻ്റെ അടി മോട്ടർ വെച്ചുള്ള പരിപാടി, അതായത് ജിങ്കിൾ ജിങ്കിൾ ബായ് എന്ന് പറയുമ്പോൾ ഓരോ തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലൈറ്റിനനുസരിച്ച് ഇത്ര അറേഞ്ച്മെന്റോട് കൂടി ഇത്രയും സംവിധാനത്തോടു കൂടി ഒരു മോട്ടർ 2 മോട്ടർ ഇവിടെ വെച്ച് വെള്ളം വെച്ചിട്ടേ, അപ്പം ആ ലാത്തിരി പുത്തിരി എന്നൊക്കെ പറയുമ്പോഴത്തേന് ആ തുള്ളി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റ് വട്ടത്തിലേ തെറിച്ച് പോകുന്ന കാണുമ്പോഴേ, അപ്പൊ ഇത്രയും സാങ്കേതിക വിദ്യയോട് കൂടി നിങ്ങൾ ഒരു പാപ്പ മത്സരത്തിലേ, അപ്പം ജഡ്ജസിന്റെ അപ്പൊ എവിടെയാ ഈ മോട്ടർ വെച്ചത്, എവിടെയാണ് ഈ ഡാൻസിനിടയ്ക്ക് വെള്ളം ഈ തുള്ളിയായിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ രസകരമായിട്ടും അല്ലാതെയും എല്ലാ പ്രോഗ്രാമുകളിലും തന്നെ നമ്മള് ആൾക്കാരെ കൂടുതൽ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും. ഫുൾ മഴയാണ്, നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മഴയൊന്ന് നോക്കും പോരട്ടെ, ഞങ്ങൾ എഴുന്നേറ്റ് ഓട്ടെ. കമോൺ